Learners ഹായ് Online വെൽക്കം ടു മൈ ന്യൂ Education. റിവ്യൂ. ഇറ്റ്സ് മീ ഹർഷിത. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് 5 ആണ്. MSO003 യൂണിറ്റ് നമ്പർ 5 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് മോഡേണൈസേഷൻ്റെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് മോഡേണൈസേഷൻ, ഗിഡൻസ് തിയറി ഓഫ് മോഡേണിറ്റി, ഡിക്ലൈൻ ഓഫ് ദ പാരഡൈം, പോസ്റ്റ് മോഡേണിസം, ദ ഡിബേറ്റ്, മോഡേണൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൻ്റെ കണ്ടൻസ് ഒക്കെ ആയിട്ട് വരുന്നത്. സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഫസ്റ്റ് മോഡേണൈസേഷൻ. നമുക്ക് ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ നോക്കാം. 5.1 ഇൻട്രൊഡക്ഷൻ. ഇൻ ബ്ലോക്ക് 1 we learned the basic idea of development and related concepts. ബ്ലോക്ക് 1 നമുക്ക് വികസനത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ധാരണകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇൻ ബ്ലോക്ക് 2 അതായത് വികസനത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ധാരണകളെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യ ഭാഗത്തിൽ പഠിച്ചത്. രണ്ടാം ഭാഗത്തിൽ അതായത് ബ്ലോക്ക് 2 we will study these views in detail starting with modernization. ബ്ലോക്ക് 2 ഇതിന്റെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് തുടക്കം കൊടുക്കുന്നത് എന്തിലൂടെയാണ്? മോഡേണൈസേഷനിലൂടെയാണെന്നാണ് പറഞ്ഞത്. Modernization came as a response from Western social scientists to help third world countries after World War II. When these new nations became independent, they wanted fast economic and technical progress. They needed new ideas to guide their development, and modernization was one such idea. ആദ്യത്തെ ലോകമഹായുദ്ധത്തിന് ശേഷമാണ് പശ്ചിമ രാജ്യങ്ങളിലെ സമൂഹശാസ്ത്രജ്ഞർ മൂന്നാം ലോക രാജ്യങ്ങളെ സഹായിക്കാൻ ആധുനികത എന്ന ആശയം അവതരിപ്പിച്ച്. മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതായത് വികസനം ആവശ്യമുള്ള, അതായത് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ എന്നാണ് പറയുന്നത്. ഈ മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു തേർഡ് വേൾഡ് കൺട്രീസ് എന്നുള്ള വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്തത് കോൾഡ് വാറിന്റെ കാലഘട്ടത്തിലാണ് കേട്ടോ. ആ ഒരു സമയത്താണ് ഈ ഒരു, അതായത് ശീതയുദ്ധത്തിന്റെ കാലഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചത്. ഈ ഫസ്റ്റ് വേൾഡ് എന്ന് പറയുന്നത് അമേരിക്ക പോലുള്ള സമ്പന്നമായിട്ടുള്ള ക്യാപിറ്റലൊക്കെയുള്ള രാജ്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഫസ്റ്റ് വേൾഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വേൾഡ് എന്ന് പറയുന്നത് റഷ്യയൊക്കെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് റഷ്യ. ഇതിൽ തേർഡ് വേൾഡ് എന്ന് വിളിച്ചിരുന്ന രാജ്യങ്ങളൊക്കെ ഇതിൽ രണ്ടിലും പെടാത്ത രാജ്യങ്ങളാണ്. അതായത് ദരിദ്രരായ വികസനാത്മക രാജ്യങ്ങൾ, അതായത് വികസിച്ചുകൊണ്ടിരിക്കുന്ന വികസനം ആവശ്യമായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള രാജ്യങ്ങളാണ് എന്ത് തേർഡ് വേൾഡ് എന്ന് പറയുന്നത്. അതിൽ പെട്ടും നമ്മുടെ ഏഷ്യയും ഒക്കെ നമ്മളൊക്കെ അതിൽ അന്ന് ആ കാലഘട്ടത്തിൽ അതിലൊക്കെ പെട്ടിരുന്ന ഒരു കൺട്രീസ് ആയിരുന്നു. അവരെയാണ് ഈ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡേണൈസേഷൻ എന്നൊരു ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ. ആദ്യത്തെ ലോക മഹായുദ്ധത്തിന് ശേഷമാണ് പശ്ചിമ രാജ്യങ്ങളിലെ സാമൂഹ്യശാസ്ത്രജ്ഞരെ മൂന്നാം ലോക രാജ്യങ്ങളെ സഹായിക്കാൻ ആധുനികത എന്ന ആശയം അവതരിപ്പിച്ചത്. പുതിയ രാഷ്ട്രങ്ങൾ സ്വതന്ത്രമായപ്പോൾ അവർക്ക് വേഗത്തിൽ സാമ്പത്തികവും സാങ്കേതികവുമായിട്ടുള്ള പുരോഗതി ആവശ്യമായിരുന്നു. അവരുടെ വികസനത്തിന് വഴി കാണിക്കാൻ പുതിയ ആശയങ്ങളും ആവശ്യമായിരുന്നു. ആധുനികത അത്തരത്തിൽ വന്ന ഒരു ആശയമാണ്. This unit looks at modernization in development. First, we discuss modernization as a theory, especially in Giddens' writings. Then we look at criticisms of modernization and how postmodernism emerged. Along the way, we explore different aspects of development at various stages. ഈ ഒരു യൂണിറ്റിൽ വികസനത്തിന്റെ ആധുനികതയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ആധുനികതയെ ഒരു സിദ്ധാന്തമായിട്ട് പഠിക്കുകയും, അതായത് പ്രത്യേകിച്ച് ഗിഡൻസിന്റെ റൈറ്റിംഗ്സ്, അതായത് ഗിഡൻസിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആധുനികതയെ നോക്കിക്കാണുന്നത്. പിന്നീട് ആധുനികതയ്ക്കെതിരായിട്ടുള്ള വിമർശനങ്ങളും പോസ്റ്റ് മോഡേണിസം എങ്ങനെ രൂപപ്പെട്ടു എന്നൊക്കെ നമ്മൾ നോക്കും. വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലും വിവിധ വശങ്ങളെ കുറിച്ചും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കൂ എന്നാണ് പറയുന്നത്. സോ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഇത്രയൊക്കെയാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഹെഡിങ് 5.2 അണ്ടർസ്റ്റാൻഡിങ് മോഡേണൈസേഷൻ. What is modernization? Modernization is a process of change in society. It happens when traditional rural societies become modern, industrial and urban. It is based on science, technology and logical thinking. ആധുനികത എന്നത് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ആധുനികത ഒരു സമൂഹത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ പ്രക്രിയയാണ്. ഇത് പാരമ്പര്യ ഗ്രാമീണ സമൂഹങ്ങൾ ആധുനിക
ആധുനികവുമായ വ്യവസായികവും നഗരപരവുമായിട്ടുള്ള സമൂഹങ്ങളായിട്ട് മാറുമ്പോഴാണ് സംഭവിക്കുന്നത്. എന്താണ്? പാരമ്പര്യ ഗ്രാമീണ സമൂഹങ്ങൾ ആധുനികവും വ്യവസായികവും നഗരപരവുമായിട്ടുള്ള സമൂഹങ്ങളായിട്ട് മാറുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? മോഡേണൈസേഷൻ സംഭവിക്കുന്നത്. ഇത് ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും ചിന്തയിലുമാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും ചിന്തയിലുമാണ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്. In traditional societies, people follow fixed customs, have a simple jobs, and their social statuses depends on birth. In modern societies, people follow universal rules, have a specialized jobs, and their status depends on achievements. പാരമ്പര്യ സമൂഹങ്ങളിൽ ആളുകൾ ഒരു നിശ്ചിത ആചാരങ്ങൾ പിന്തുടരുന്നു. ലളിതമായ ജോലികളാണ് അവർ ചെയ്യുന്നത്. അവരുടെ സാമൂഹിക പദവി ജന്മത്തെ ആശ്രയിച്ചിരിക്കുന്നത്. അതായത് ഏത് കുടുംബത്തിലാണ് അവർ ജനിക്കുന്നത് അതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒരു ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നല്ലോ, അപ്പോൾ അതിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആധുനിക സമൂഹങ്ങളിൽ ആളുകൾ പൊതുവായിട്ടുള്ള നിയമങ്ങളാണ് പിന്തുടരുന്നത്. ആളുകൾ അങ്ങനെയുള്ള ഒരു വേർതിരിവോ കാര്യങ്ങളോ ഒരു ജാതിയിൽ ജനിച്ചു എന്നുള്ള ആ ഒരു കൺസെപ്റ്റോ കാര്യങ്ങളോ എന്തില്ല, മോഡേണൈസേഷൻ കാലഘട്ടത്തിൽ ഇല്ല. ആളുകൾ എല്ലാവരും പൊതുവായിട്ടുള്ള നിയമങ്ങളാണ് പിന്തുടരുന്നത്. പ്രത്യേകതയുള്ള ജോലികളാണ് ചെയ്യുന്നത്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ജോബുകളും ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. അവരുടെ പദവി വ്യക്തിഗത നേട്ടങ്ങളെ ആശ്രയിച്ച് അവരുടെ സ്കിൽസിനെയും അവരുടെ നോളജിനെയും ഒക്കെ ആശ്രയിച്ചിട്ടാണ് അവരുടെ പദവിയും പവറും നിലനിൽക്കുന്നത്. ഹൗ മോഡേണൈസേഷൻ ഹാപ്പൻസ്? മോഡേണൈസേഷൻ ഹാപ്പൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. എങ്ങനെയാണ് മോഡേണൈസേഷൻ സംഭവിച്ചത്? അതിന്റെ സ്റ്റെപ്പുകളൊക്കെയാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രഡീഷണൽ സൊസൈറ്റി ആൻഡ് ഓൾഡ് കസ്റ്റംസ്. ട്രഡീഷണൽ സൊസൈറ്റി ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് ഓൾഡ് കസ്റ്റംസ്. ആധുനികതയെ ഘട്ടങ്ങളാണ് പറയുന്നത്. ആദ്യ ഘട്ടം എന്ന് പറയുന്നത് പാരമ്പര്യ സമൂഹത്തിന്റെ ഘട്ടമാണ്. കൃഷിയും പഴയ ആചാരങ്ങളുമാണ് അവരുടെ അടിസ്ഥാന മാർഗം. രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് മാറുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് ചെയ്ത്, അതായത് മോഡേണൈസേഷന്റെ സ്റ്റാർട്ടിങ് ചെയ്തത് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടത്തിൽ ന്യൂ ഐഡിയാസ് ആൻഡ് ഇൻഡസ്ട്രീസ് ബിഗിൻ. പുതിയ ആശയങ്ങളും വ്യവസായങ്ങളും എന്ത് ചെയ്യുന്നു, എന്താ പറയാ, ആരംഭിക്കുന്നു. പിന്നീട് ടേക്ക് ഓഫ്. അതായത് ടേക്ക് ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു തുടങ്ങി പിന്നെ ഉയർന്നു പൊങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിൽ അതിനെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തു വന്ന ആ ഒരു ഘട്ടത്തെ സൊസൈറ്റി സ്റ്റാർട്ട്സ് ഗ്രോയിങ് ഫാസ്റ്റ്. സൊസൈറ്റി, അതായത് നമ്മുടെ സമൂഹം എന്ത് ചെയ്തു, വേഗത്തിൽ വളരാൻ തുടങ്ങി. മെച്യൂരിറ്റി, ന്യൂ ടെക്നോളജീസ് ആൻഡ് ഇൻഡസ്ട്രീസ് ഡെവലപ്പ്. അത് ഈ ഹെഡിങ്ങുകളൊന്നും നമുക്ക് അതുപോലെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ സ്റ്റാർട്ടിങ് ചേഞ്ച്, ബിഗിൻ, ടേക്ക് ഓഫ്, മെച്യൂരിറ്റി, ഡെവലപ്മെന്റ് എന്നൊക്കെ അതൊക്കെ നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പാകത്തിന് വേണ്ടിയിട്ട് നമ്മൾ യോജിപ്പിക്കും. നമുക്ക് ആ പോയിന്റ്സ് മാത്രം നല്ല കറക്റ്റായിട്ട് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായാൽ മതി. ന്യൂ ടെക്നോളജീസ് ആൻഡ് ഇൻഡസ്ട്രീസ് ഡെവലപ്പ്. പുതിയ സാങ്കേതിക വിദ്യകളും വ്യവസായങ്ങളും എന്ത് ചെയ്തു, വികസിച്ചു. പിന്നെ അടുത്തത് പറയുന്നത് വെൽത്തി സൊസൈറ്റി, അതായത് പീപ്പിൾ എൻജോയ് ബെറ്റർ ലിവിങ് കണ്ടീഷൻ. അതായത് ഏറ്റവും അടിസ്ഥാനവും അതായത് മോഡേണൈസേഷന്റെ ലക്ഷ്യവും എന്ന് പറയുന്നത് എന്താണ്? ആളുകൾക്ക് മെച്ചപ്പെട്ട ജീവിത വ്യതിയാനം അനുഭവിക്കാനുള്ള ഒരു സാഹചര്യമാണ്. ഇതൊക്കെ ഈ ഒരു ഘട്ടത്തിലൂടെയാണ് മോഡേണൈസേഷൻ കടന്നു വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് മോഡേണൈസേഷൻ. അടുത്തത് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. മോഡേണൈസേഷന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഇറ്റ് ചേഞ്ചസ് സൊസൈറ്റി കംപ്ലീറ്റ്ലി. ഇത് സമൂഹത്തെ പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുണ്ട്. ഇറ്റ് അഫക്ട്സ് തിങ്കിങ്, ബിഹേവിയർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ചിന്തയും പെരുമാറ്റത്തെയും സ്ഥാപനങ്ങളെയും അത് ബാധിച്ചു. സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബവും ഒക്കെ പോലുള്ള നമ്മുടെ സമൂഹത്തിലെ വ്യക്തികളൊക്കെ പോലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും എന്ത് ചെയ്തിട്ടുണ്ട്, അത് ബാധിച്ചിട്ടുണ്ട്. അതിന്റെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ചേഞ്ചസ് ഇൻ വൺ ഏരിയ അഫക്റ്റ് അതർ ഏരിയസ്. ഒരു മേഖലയിലെ മാറ്റം മറ്റു മേഖലകളെയും എന്ത് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഗ്ലോബൽ പ്രോസസ്. ഇതൊരു ഗ്ലോബൽ പ്രോസസ് ആണ്. ഇറ്റ് ടേക്സ് എ ലോങ് ടൈം. ഒരുപാട് സമയം എടുക്കുന്നതാണ്. ഇറ്റ് ഫോളോസ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. ഇത് വളർച്ചയുടെ ഘട്ടങ്ങളെ പിന്തുടരുന്നതാണ്. ഇറ്റ് മേക്സ് സൊസൈറ്റീസ് മോർ ലൈക്ക്. ഇത് സമൂഹത്തെ എന്ത് ചെയ്തിരുന്ന ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് കനോട്ട് ബി റിസർവ്ഡ് ഈസിലി. ഇത് എന്താണ്, എളുപ്പത്തിൽ പിന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് ഈ ഒരു മോഡേണൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എളുപ്പത്തിൽ വീണ്ടും ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇറ്റ് എയിംസ് ടു ഇംപ്രൂവ് ലൈഫ്. ഇത് ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു മോഡേണൈസേഷന്റെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫീച്ചേഴ്സിൽ പറഞ്ഞത്. സോ നെക്സ്റ്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡേണൈസേഷൻ. Sociologist Eisenstadt said
Modernization looks different in different countries. It is not just copying the West. Each country adapts modern ideas in its own way, but modernization also has problems. Some people do not benefit from progress. Old traditions may be lost. There can be conflicts between modern ideas and local cultures. ആധുനികതയുടെ വ്യത്യസ്ത രൂപങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. സാമൂഹ്യശാസ്ത്രജ്ഞനായ ഐസൻസ്റ്റാൻഡ് പറഞ്ഞത് ആധുനികത ഓരോ രാജ്യത്തും വ്യത്യസ്തമായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് വെറും പാശ്ചാത്യ മാതൃകകളെ അനുകരിക്കുന്നത്. അതായത് ഒരു രാജ്യത്തിന്റെ മോഡേണൈസേഷൻ രീതികളെ, അതായത് പാശ്ചാത്യ രാജ്യത്തിന്റെ രീതികളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനോ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കാനോ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൽ വ്യത്യാസമുണ്ട്. ഇത് വെറും പാശ്ചാത്യ മാതൃകകളെ അനുകരിക്കുന്നതല്ല എന്ത് മോഡേണൈസേഷൻ. ഓരോ രാജ്യവും ആധുനിക ആശയങ്ങളെ തങ്ങളുടെ സാങ്കേതികവും സാംസ്കാരികവുമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അനുയോജ്യമായിട്ട് സ്വീകരിക്കേണ്ടതുണ്ട്. സ്വീകരിക്കുമ്പോൾ മാത്രമേ ആ മോഡേണൈസേഷൻ സാധ്യമാവുകയുള്ളൂ. പക്ഷേ ആധുനികതയ്ക്ക് ചില പ്രശ്നങ്ങളും ഉണ്ട്. ചിലർക്ക് പുരോഗതിയിൽ നിന്ന് യാതൊരു ലാഭവും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. പുരോഗതിയിൽ നിന്ന് യാതൊരു ലാഭവും കിട്ടുന്നില്ല. പഴയ ആചാരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു, എന്ന പുരോഗതി ലഭിക്കുന്നുമില്ല. ആധുനിക ആശയങ്ങൾക്കും പ്രാദേശിക സംസ്കാരത്തിനുമിടയിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മുടെ പാരമ്പര്യ രീതികളെ പെട്ടെന്ന് നമ്മൾ ആധുനികതയിലോട്ട് മാറ്റുമ്പോൾ സംഘർഷങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ജാതിപരമായിട്ടുള്ള വേർതിരിവുകളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അതിനെതിരെ പോരാടിയ സമയത്തൊക്കെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും പുതിയൊരു മാറ്റം. ഇപ്പൊ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കൃഷിക്കൊക്കെ മെഷീൻസ് ഒക്കെ വന്ന സമയത്ത് എന്ത് ചെയ്തിരുന്നു, അവരതിനെ അംഗീകരിച്ചിരുന്നില്ല. കാരണം അവർക്കിടയിൽ സംഘർഷങ്ങൾ നിലനിന്നു. പിന്നീടാണ് ഓരോന്നോരോന്നും ഘട്ടം ഘട്ടമായിട്ട് മാറി വന്നത്. അപ്പൊ എല്ലാത്തിനും അതിന്റെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ആധുനികവൽക്കരണത്തിന് മോഡേണൈസേഷന് അതിൻ്റെതായ എന്തുണ്ട്, പ്രശ്നങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇമ്പാക്ട് ഓഫ് സൊസൈറ്റി ആസ് എ സൊസൈറ്റീസ് മോഡേണൈസ്. സമൂഹത്തെ ബാധിക്കുന്ന, സമൂഹങ്ങൾ ആധുനികമാകുമ്പോൾ സമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇതിനടുത്ത് പറഞ്ഞത്. ആസ് എ സൊസൈറ്റീസ് മോഡേണൈസ്, പീപ്പിൾ സക്സീഡ് ബേസ്ഡ് ഓൺ സ്കിൽസ് നോട്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. കുടുംബ പശ്ചാത്തലം അല്ല, വ്യക്തിയുടെ കഴിവുകളാണ് വിജയത്തിന്റെ അടിസ്ഥാനമാകുന്നത്. ഇതൊക്കെയാണ് സമൂഹത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കേട്ടോ. അതിനെ കുറിച്ചാണ് പറയുന്നത്. കുടുംബ പശ്ചാത്തലം അല്ലാതെ വ്യക്തിയുടെ കഴിവുകൾ എന്ത് ചെയ്യും, വിജയത്തിന്റെ അടിസ്ഥാനമാകും. റൂൾസ് അപ്ലൈയിങ് ടു എവ്രി വൺ ഈക്വലി. എല്ലാവർക്കും ഒരുപോലെയുള്ള നിയമങ്ങൾ എന്താണ്, ബാധകമാണ്. ഒരുപോലെ നിയമങ്ങൾ ബാധകമാണ്. ജോബ്സ് ബിക്കം മോർ സ്പെഷ്യലൈസ്ഡ്. അവർക്ക് ജോലി കൂടുതൽ പ്രത്യേകത, അതായത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ജോബുകളൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയും. വിദ്യാഭ്യാസവും ആരോഗ്യം, സമ്പദ് വ്യവസ്ഥ എന്നിവ സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയ കൈകാര്യം ചെയ്യാനും തുടങ്ങും. കൂടുതലായിട്ട് സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. കുടുംബത്തിന്റെ പങ്ക് കുറയും. പൊതുസ്ഥാപനങ്ങൾ എന്ത് ചെയ്യും, കൂടുതൽ ശക്തമാകാൻ തുടങ്ങും. അതായത് ഇപ്പോൾ കുടുംബപരമായിട്ടുള്ള ജോലികളും കുടുംബപരമായിട്ടുള്ള ഇടപെടലുകളും നമ്മുടെ ഒരു പവർ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ മാറിയിട്ട് പൊതുസ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ ശക്തമാകാൻ തുടങ്ങും. അതായത് കുടുംബം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഗവൺമെന്റും അത് നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ ശക്തമാകും. പുതിയ വെല്ലുവിളികൾ നേരിടാനായിട്ട് ആധുനിക സമൂഹങ്ങൾ തുടർച്ചയായിട്ട് മാറുകയും മെച്ചപ്പെടുകയും ചെയ്യും എന്നാണ് പറയുന്നത്. സോ ഇനി അടുത്ത നമ്മുടെ മെയിൻ ഹെഡിങ് എന്ന് പറഞ്ഞാൽ 5.3 ഗിഡൻസ് തിയറി ഓഫ് മോഡേണിറ്റി ആണ്. അതായത് ഗിഡൻസിന്റെ പെർസ്പെക്റ്റീവ്സിൽ നിന്നുകൊണ്ടുള്ള മോഡേണിറ്റിയെ കുറിച്ചാണ് നമുക്ക് നോക്കുന്നത്. മോഡേൺ സൊസൈറ്റി ആൻഡ് ചേഞ്ച്. ഇൻ റീസെന്റ് ഇയേഴ്സ് സൊസൈറ്റി ഹാസ് changed a lot. Some people think we still live in a modern world, while others believe we have entered a postmodern world. Classical sociologists like Max Weber, Durkheim, and Simmel studied modern society, but today's world is different and the debate കണ്ടിന്യൂസ്. ആധുനിക സമൂഹവും മാറ്റങ്ങളും ഈ അടുത്ത കാലങ്ങളിൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചിലർ ഇന്നും നാം ഒരു ആധുനിക ലോകത്ത് ജീവിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ മറ്റു ചിലർ പറയുന്നു നാം ഇപ്പോൾ പോസ്റ്റ് മോഡേൺ ലോകത്തിലാണ് കടന്നിരിക്കുന്നതെന്ന്. മാക്സ് വെബർ, ടർക്കെയിം, സിമ്മൽ തുടങ്ങിയ ക്ലാസിക്കൽ സമൂഹശാസ്ത്രജ്ഞർ ആധുനിക സമൂഹത്തെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ലോകം മാറിയിരിക്കുകയാണ്. അതിനാൽ ചർച്ചകൾ ഇനിയും ഉണ്ടാവുകയെന്നാണ് പറയുന്നത്. അതായത് പലരും വിശ്വസിക്കുന്നത് നമ്മൾ ഇപ്പോഴും ഒരു ആധുനിക ലോകത്തിലാണ് ജീവിക്കുന്നതെന്നാണ്. പക്ഷെ എന്താണ്, മറ്റു ചിലർ പറയുന്നത് എന്താണ്, നമ്മളൊരു പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ്. അപ്പൊ എന്താണ് ഈ പോസ്റ്റ് മോഡേണും മോഡേണൈസേഷനും തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ ഈ മോഡേൺ വേൾഡിന്റെ ഒരു പരിഷ്കരിച്ച ഒരു പതിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പോസ്റ്റ് മോഡേണിസത്തെ വിളിക്കാട്ടോ. പോസ്റ്റ് മോഡേൺ കാലഘട്ടം, അതായത് മോഡേണിസത്തില് എല്ലാ ഒരു വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ മാതൃകയിലുള്ള ഒരു
എന്താ പറയാ പുരോഗമനമാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. ഒരു യൂറോപ്യൻ സംസ്കാരം എങ്ങനെയാണോ അതുപോലെ ആയിത്തീരുക എന്നുള്ളതാണ് ഒരു മോഡേൺ കൾച്ചറിൽ പുരോഗമനം എന്ന ആശയം കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോസ്റ്റ് മോഡേണിസത്തിൽ എല്ലാ സംസ്കാരങ്ങൾക്കും എല്ലാ പാരമ്പര്യങ്ങൾക്കും, പാരമ്പര്യം എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾ കേട്ടോ, എല്ലാ കാര്യങ്ങൾക്കും ഒരു രാജ്യത്തിന്റെ പ്രത്യേകതകൾക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവിടെ സന്തുഷ്ടമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു രീതിയാണ് ഒരു മോഡേണിസം, അല്ലെങ്കിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക എന്നുള്ളതിൽ നിന്ന് അപ്പുറമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന, അവർക്ക് സന്തുഷ്ടതയോടെയും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു ചിന്താ രീതിയാണ് പോസ്റ്റ് മോഡേണിസം. മീഡിയക്കും അതുപോലെ തന്നെ മീഡിയക്കൊക്കെയാണ് കൂടുതൽ പോസ്റ്റ് മോഡേണിസം കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആയി. ഇന്റർനെറ്റും കാര്യങ്ങളും ഒരുപാട് ആധുനിക കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വെർഷനാണ് പോസ്റ്റ് മോഡേണിസം. അപ്പൊ നമ്മൾ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോസ്റ്റ് മോഡേണിസം കാലഘട്ടത്തിലൂടെയാണെന്നാണ് ചില ശാസ്ത്രജ്ഞർ പറയുന്നത്. ഓൾഡ് ഐഡിയാസ് ലൈക്ക് ക്ലാസ് പൊളിറ്റിക്സ് ആൻഡ് പ്രോഗ്രസ് are being replaced by identity politics and new social movements like feminism, environmentalism, and ethical revivalism. This changes challenge traditional ways of thinking. Some argues that modern ideas of logic and reason are actually forms of power that exclude different cultural views. ക്ലാസ് രാഷ്ട്രീയവും പുരോഗതിയും എന്ന പഴയ ആശയങ്ങൾ ഇപ്പോൾ ഐഡന്റിറ്റി രാഷ്ട്രീയം, ഫെമിനിസം, പരിസ്ഥിതി സംരക്ഷണം, ജാതി വിവേചനത്തെ പുനരുജ്ജീവിപ്പിക്കൽ പോലുള്ള പുതിയ സാമൂഹിക പ്രസ്ഥാനങ്ങളുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാറ്റങ്ങൾ പാരമ്പര്യ ചിന്താ നെറിവുകൾക്ക് വെല്ലുവിളി, അതായത് പാരമ്പര്യ ചിന്താധാരകൾക്ക് എന്താണ് വെല്ലുവിളിയാണ്. ചിലർ വാദിക്കുന്നത് ആധുനികതയിലെ ലോജിക് സംസ്കാരങ്ങൾ ഉൾപ്പെടുത്താൻ തയ്യാറല്ല, അതായത് ആധുനിക സമൂഹം എന്നത് ലോജിക്കൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. വിവിധ തരത്തിലുള്ള അധികാര രൂപങ്ങളും വിവിധ സംസ്കാരങ്ങളും ഉൾപ്പെടുത്താൻ അവർ തയ്യാറാകുന്നില്ല എന്ന്, അതായത് നിലവിൽ നിലനിന്നു കൊണ്ടുപോകുന്ന ഒരു സംസ്കാരത്തെ പിന്തുടർന്ന് ആ ഒരു രീതിയിൽ ഫോളോ ചെയ്തു പോകണമെന്നാണ് ഈ ഒരു മോഡേൺ സൊസൈറ്റി, ഒരു പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയിൽ അവര് പറയുന്നത്. Gittens views on modernity. Sociologist Anthony Gittens describes modern society as a runaway world full of fast changes. He explained modernity with 4 key features. ആധുനികതയെ കുറിച്ചുള്ള ഗിറ്റൻസിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം പറയുന്നത്, സമൂഹശാസ്ത്രജ്ഞനായ അദ്ദേഹം പറയുന്നത് ആധുനിക സമൂഹത്തെ താരതമ്യേന നിയന്ത്രണമില്ലാത്ത ലോകം എന്ന് തന്നെയാണ് വിവരിക്കുന്നത്. അതായത് നമുക്ക് നിയന്ത്രണാതീതമാണ്, വളരെയധികം വേഗത്തിൽ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹം ആധുനികതയെ 4 പ്രധാന ഘട്ടങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ക്യാപിറ്റലിസം ആണ്. പ്രൈവറ്റ് ഓണർഷിപ്പ്, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് വേജ് ലേബർ. സ്വകാര്യ ഉടമസ്ഥതയിലും വസ്തുക്കളുടെ ഉൽപാദനം, ശമ്പളം, തൊഴിലാളിത്വം ഒക്കെ നിലനിന്നിരുന്ന ഒരു ക്യാപിറ്റലിസത്തിന്റെ ഘട്ടം. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലിസം ആണ്, അതായത് വ്യവസായവൽക്കരണത്തിന്റെ കാലഘട്ടം. തൊഴിൽ മേഖലയിൽ മാത്രമല്ല ദൈനംദിന ജീവിതത്തിലും യന്ത്രങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചു തുടങ്ങിയ ആ ഒരു ഇൻഡസ്ട്രിയൽ കാലഘട്ടം. പിന്നീട് പറയുന്നത് സർവേലൻസ് ആണ്. ഗവൺമെന്റ്സ് ആൻഡ് ഓർഗനൈസേഷൻ മോണിറ്റർ പീപ്പിൾസ് ആക്ടിവിറ്റീസ്. പിന്നീട് അത് സർക്കാർ സ്ഥാപനങ്ങളും മറ്റും ആളുകളുടെ പ്രവർത്തനത്തിൽ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ കൈകടത്തുന്ന, അവരുടെ അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ നിയന്ത്രിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് പിന്നീട് അത് മാറി. 4ാമത് പറഞ്ഞത് മിലിറ്ററി പവർ ആണ്. കൺട്രോൾ ഓവർ വെപ്പൺസ് ആൻഡ് വാർ ടെക്നോളജി. ആയുധങ്ങളും യുദ്ധ സാങ്കേതിക വിദ്യയും നിയന്ത്രിക്കുന്നതിലുള്ള ആ ഒരു ശക്തി, അതുപയോഗിച്ച് ജനങ്ങളെ നിയന്ത്രിക്കുന്ന ആ ഒരു രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അൺലൈക്ക് ഓൾഡ് സൊസൈറ്റീസ്, മോഡേൺ നേഷൻസ് ആർ കോംപ്ലക്സ് ആൻഡ് ഫാസ്റ്റ് ചേഞ്ചിങ്. പഴയ സമൂഹങ്ങളെ അപേക്ഷിച്ച് ആധുനിക രാഷ്ട്രങ്ങൾ കൂടുതലായിട്ട് സങ്കീർണവുമാണ്, വേഗത്തിൽ മാറുന്നവയുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദ 3 മേജർ ചേഞ്ചസ് ഇൻ മോഡേൺ സൊസൈറ്റി. ആധുനിക സമൂഹത്തിലെ 3 പ്രധാനപ്പെട്ട മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ടൈം സ്പേസ് സെപ്പറേഷൻ. In traditional times, people interacted face to face. Now technology allows communication across distances. Businesses and governments connected globally without physical meetings. അതായത് നമ്മുടെ ഇന്റർനെറ്റിന്റെ ഒരു കടന്നുവരവിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. പാരമ്പര്യ സമൂഹത്തിൽ ആളുകൾ നേരിട്ട് മുഖാമുഖം ഇടപെടുകയായിരുന്നു, അതായത് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കോൺവെർസേഷൻ അന്ന് നടന്നിരുന്നുള്ളൂ. ഇപ്പോൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എവിടെ വേണമെങ്കിലും ദൂര സ്ഥലങ്ങളിലൊക്കെ ആശയവിനിമയം നടക്കുന്നുണ്ട്. ബിസിനസ്സുകളും സർക്കാർ സ്ഥാപനങ്ങളും നേരിട്ട് കൂടിയാലോചനകൾ കൂടാതെ, അതായത് ഫേസ് ടു ഫേസ് അല്ലാതെ തന്നെ, നേരിട്ട് കണ്ടിട്ടുള്ള ഒരു രീതി അല്ലാതെ തന്നെ ആഗോളതലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധപ്പെടുന്നുണ്ട്. അടുത്തത് ഡിസെൻഡിങ് ഓഫ് സോഷ്യൽ സിസ്റ്റംസ്. ഇൻ ദ പാസ്റ്റ് സൊസൈറ്റി വാസ് റൂട്ടഡ് ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റീസ്. ടുഡേസ് റിലേഷൻഷിപ്പ്
are shaped by abstract systems like money and expert knowledge. For example, we trust doctors, engineers and lawyers without fully understanding their works. സാമൂഹിക സംവിധാനം ജഡത്വം വിട്ടിരിക്കുന്നത്, സാമൂഹിക സംവിധാനം ഒരു നിശ്ചിതമായ രീതി എന്നുള്ളതിൽ നിന്ന്, മാറ്റമില്ലാതെ തുടരുന്ന ആ ഒരു രീതി എന്നതിൽ നിന്ന് എന്ത് ചെയ്തിരുന്നു, ആ ഒരു രീതി വിട്ട് കുറച്ചും കൂടെ ഫ്രീ ആയിട്ടും സിമ്പിളായിട്ട് മാറിയിരിക്കുന്നു. മുൻപ് പ്രാദേശിക സമൂഹങ്ങൾ എന്ത് ചെയ്തിരുന്നു, അടിയുറച്ച പ്രാദേശികമായിട്ടുള്ള, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയണേ, ഇപ്പൊ ആദ്യകാലങ്ങളൊക്കെ ആയുർവേദ കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മുടെ ചികിത്സക്കൊക്കെ ആയിട്ട് നമ്മുടെ നാടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അതിനൊക്കെ മാറ്റം വന്നില്ലേ, നമ്മൾ ആ വൈദ്യരുടെ അടുത്ത് പോകുന്ന ആ ഒരു രീതി ആയാലും ആയുർവേദ മാത്രം ഉപയോഗിക്കുന്ന ആ രീതിയിലായാലും എല്ലാം മാറ്റം വന്നിട്ടുണ്ട്. ഇത് സാമ്പത്തികം, വിദഗ്ധരായ അറിവ് തുടങ്ങിയ അബ്സ്ട്രാക്ട് സംവിധാനങ്ങളെ ബന്ധപ്പെടുത്തി രൂപം കൊള്ളുന്നതാണ്. ഇപ്പൊ ഇനിയിപ്പോ ഒരു ആയുർവേദ വൈദ്യനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അറിവ് ഇട്ടിരുന്ന പാരമ്പര്യമായിട്ട് കൈമാറി വന്നത്, അതായത് അല്ലാതെ പ്രത്യേകമായിട്ട് പഠിച്ച് ബിരുദം എടുത്തൊന്നും വന്നതൊന്നും അല്ല. അപ്പോൾ ഈ ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, നിയമവാദികളെയൊക്കെ പോലുള്ള അവരുടെ സേവനം നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അതെന്ത് നേരിട്ട് കാണാതെ പോലും അവരുടെ ജോലിയെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ മൊത്തമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അംഗീകരിച്ചുകൊണ്ട്, അവരുടെ പ്രൊഫഷണൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അവരുടെ അടുത്തൊക്കെ നമുക്ക് സഹായം തേടുന്നുണ്ട്. റിഫ്ലെക്സിവിറ്റി. മോഡേൺ സൊസൈറ്റി കീപ്സ് ലേണിംഗ് ആൻഡ് അഡാപ്റ്റിംഗ്. ഗവൺമെന്റ്സ് കണ്ടക്ട് സർവേസ്, businesses do market researches and people rely on new information for decisions. പ്രതിഫലം, അതായത് ആധുനിക സമൂഹം തുടർച്ചയായിട്ട് പഠിക്കുകയും ഇനി മാറുകയും ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത്. സർക്കാർ സർവേകൾ നടത്തുന്നുണ്ട്, ബിസിനസ്സുകൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നുണ്ട്, ആളുകൾ പുതിയ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്തരം മാറ്റങ്ങളൊക്കെയാണ് എന്തിലെ 4 പ്രധാന ഘടകങ്ങൾ എന്നാണ് ആര് പറയുന്നത്, ആന്റണി ഗിഡൻസ് പറയുന്നത്. നമ്മുടെ അടുത്ത ഹെഡിങ് ഡിക്ലൈൻ ഓഫ് ദ പാരഡൈം. ഡിക്ലൈൻ ഓഫ് ദ മോഡേണൈസേഷൻ അപ്രോച്ച്. The modernization approach was popular in the West and many developing countries from the last 1950s to the mid 1960s. However, by the late 1960s, it started losing support. The promises of modernization did not match the result. This lead to disappointment, frustration and confusion among people and leaders. ആധുനികപരമായിട്ടുള്ള സമീപത്തിന്റെ തകർച്ചയെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ നോക്കുന്നത്. 1950കളുടെ അവസാനം മുതൽ 60കളുടെ മധ്യഭാഗം വരെ പാശ്ചാത്യ രാജ്യങ്ങളിലും നിരവധി വികസന രാജ്യങ്ങളിലും ആധുനികതയുടെ സമീപം എന്തായിരുന്നു, ജനപ്രിയമായിരുന്നു. എന്നാൽ 1960കളുടെ അവസാനത്തിൽ ഈ ഒരു സമീപനം എന്ത് ചെയ്തു, പിന്തുണ നഷ്ടപ്പെടാൻ തുടങ്ങി. ആധുനിക വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ഫലങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്ന്, അതായത് അവര് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അതിന്റെ ഫലങ്ങളായിട്ട് ലഭിക്കുന്നില്ല. അതായത് യഥാർത്ഥത്തിൽ ഉള്ളൊരു ഗുണം അതുകൊണ്ട് കിട്ടുന്നില്ല. ഇത് നേതാക്കൾക്കും നിരാശയും ആശങ്കയും ഉളവാക്കി. പ്രോബ്ലംസ് വിത്ത് മോഡേണൈസേഷൻ. ആധുനികതയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. Lack of institutional change. Modernization focused on technology but ignored the needs for strong institutions. Without a proper systems and policies, development could not succeed. Example, in Africa, new farming machines were introduced but farmers did not get proper training or support. As a result, food production did not improve much. സ്ഥാപന മാറ്റത്തിന്റെ അഭാവം. അതായത് ആധുനികതയുടെ പ്രധാന ശ്രദ്ധ സാങ്കേതികതയിൽ, അതായത് സാങ്കേതികമായിട്ടുള്ള രീതികളെ മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആധുനിക രീതിയുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ ശക്തമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ ആവശ്യകത എന്ത് ചെയ്തു, അവഗണിക്കപ്പെട്ടു. യോഗ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ വികസനം എന്ത് ചെയ്യാൻ പറ്റില്ല, വിജയിക്കാനാവില്ല. ഉദാഹരണം, ആഫ്രിക്കയിൽ എന്ത് ചെയ്തു, യന്ത്രങ്ങൾ കൊടുത്തു. പക്ഷെ എങ്ങനെയാണ് ആ യന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ആ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു പരിശീലനം അവർക്ക് ലഭിച്ചില്ല, അതിനുള്ള ഒരു പിന്തുണയും അവർക്ക് ലഭിച്ചില്ല. അതിനുള്ള ഭക്ഷ്യോൽപാദനം കൂടുതലായിട്ട് വർദ്ധിച്ചില്ല. അതായത് എന്താണ് അവർ ഉദ്ദേശിച്ചത് അത് നടന്നില്ല. അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ടുള്ള സഹായം മാത്രം കൊടുത്തു, പക്ഷെ അവർക്ക് സ്ഥാപനപരമായിട്ടുള്ള അതിനെക്കുറിച്ച് അറിവുകളൊന്നും കൊടുക്കാൻ സാധിച്ചില്ല. കൺഫ്യൂഷൻ അബൌട്ട് റേഷണാലിറ്റി. മോഡേണൈസേഷൻ വാസ് ബേസ്ഡ് ഓൺ റേഷണൽ തിങ്കിങ് but this idea was unclear. Different societies and situations requires different types of rationality. തർക്കചിന്തയിൽ ഉള്ള ആശയക്കുഴപ്പം ആധുനികത തർക്കചിന്തയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു ആശയം വ്യക്തതയില്ലാതിരുന്നതിനാണ് വിവിധ സമൂഹങ്ങൾക്കും സാഹചര്യങ്ങൾക്കും വ്യത്യസ്ത തരത്തിലുള്ള തർക്കചിന്തയാണ് ആവശ്യം. അതായത് ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല സമൂഹത്തിനും പല രീതിയിലുള്ള മാതൃകകളാണ് വേണ്ടത് എന്നുള്ള ആ ഒരു കാര്യത്തെ മോഡേണൈസേഷൻ കാര്യമായിട്ട്
ശ്രദ്ധിച്ചിരുന്നില്ല. Failures to address poverty. This approach did not focus on reducing poverty, especially in poor countries, did not consider the changing global problems people faced. ദാരിദ്ര്യം കൈകാര്യം ചെയ്യുന്നതിൽ അവർ മോഡേണൈസേഷൻ പരാജയപ്പെട്ടിരുന്നു. ആധുനികതയുടെ സമീപനം ദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ, പ്രത്യേകിച്ച് ദരിദ്രബാധിത രാജ്യങ്ങളിൽ ശ്രദ്ധ എന്ത് ചെയ്തിരുന്നു? കുറവായിരുന്നു. ലോകത്തിലെ ആളുകൾ നേരിടുന്ന പുതിയ പ്രശ്നങ്ങൾ ഈ സമീപനം എന്ത് ചെയ്തിരുന്നില്ല? പരിഗണിച്ച് ദാരിദ്ര്യത്തെ തടയാൻ എന്ത് ചെയ്തിരുന്നില്ല? മോഡേണൈസേഷൻ തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ അവർ അതിനുവേണ്ടിയുള്ള പദ്ധതികളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻവയോൺമെന്റൽ കൺസേൺസ്. Modernization depends on non-renewable resources which were running out. It caused pollution and ecological damage, creating new global challenges. ആധുനികത പുനരുപയോഗം, അതായത് റീസൈക്ലിംഗ് ചെയ്യാനാകാൻ കഴിയാത്ത വിഭവങ്ങൾ ആശ്രയിച്ചിരുന്നു. അവ വേഗത്തിൽ എന്തായിരുന്നു? തീരുകയായിരുന്നു. ഇത് മലിനീകരണത്തിനും പരിസ്ഥിതി നാശത്തിനും ഇടയാക്കി പുതിയ ആഗോള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും കാരണമായി. ക്വസ്റ്റ്യനിങ് മോഡേണൈസേഷൻ, ആധുനികതയെ ചോദ്യം ചെയ്യൽ എന്നുള്ള ഒരു ഭാഗത്താണ് വരുന്നത്. അതാ many experts, especially environmentalists and conservationists, began to challenge modernization. They questioned whether limitless progress was really possible or desirable. There were no clear answer to the problems modernization created, making it harder to find better solutions. അനേകം വിദഗ്ധർ, പ്രത്യേകിച്ച് പരിസ്ഥിതി പ്രവർത്തകരും പരിപാലകരുമാണ് ആധുനികതയെ ചോദ്യം ചെയ്യാൻ ആദ്യമായിട്ട് തുടങ്ങിയത്. അനന്തമായ പുരോഗതി ശരിക്കും സാധ്യമോ ആവശ്യമോ എന്നാണ് അവർ ചോദിച്ചത്. ആധുനികത സൃഷ്ടിച്ച പ്രശ്നങ്ങൾക്കുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ ഇല്ലായ്മ, മികച്ച പരിഹാരങ്ങൾ കണ്ടെത്തുന്നത് കുറച്ച് എന്തായിരുന്നു? ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ ഹെഡിങ് 5.5 പോസ്റ്റ് മോഡേണിസം ആണ്. പോസ്റ്റ് മോഡേണിസം, എ ന്യൂ വേ ഓഫ് തിങ്കിങ്. പോസ്റ്റ് മോഡേണിസം challenges the idea of that history follows a clear path. It rejects the ideas that modern times are just a continuation of the past. Some thinkers like Habermas say postmodernism try to break history completely. postmodernism എന്ന ആ ഒരു ചിന്താരീതിയെ, പുതിയ ചിന്താരീതിയെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. പോസ്റ്റ് മോഡേണിസം ചരിത്രം ഒരു വ്യക്തമായ വഴിയാണ് പിന്തുടരുന്നതെന്ന ആശയം ചോദ്യം ചെയ്യുന്നത്. അതായത് പോസ്റ്റ് മോഡേണിസത്തിന്റെ ചരിത്രകാലം എന്ന് പറയുമ്പോൾ അതിനെ പാരമ്പര്യവും മോഡേണൈസേഷൻ കാലഘട്ടമാണ് പറയുന്നത്. ആ ഒരു രീതിയെ എന്ത് ചെയ്യുകയാണ്? പോസ്റ്റ് മോഡേണിസം പാടെ എതിർക്കുകയാണ്. എല്ലാവർക്കും ഒരേ രീതി എന്നുള്ള ആ ഒരു ചിന്തയെ എന്താണ്? എതിർക്കുകയാണ്. ഇപ്പോൾ ഒരു അമേരിക്കയോ ഒരു ആഫ്രിക്കയോ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ, അമേരിക്കയ്ക്ക് യാന്ത്രികമായിട്ടുള്ള സഹായങ്ങൾ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഉൽപ്പാദനങ്ങളും വ്യവസായത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. കാരണം അവർക്ക് അതിനെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവുകളുണ്ട്. പക്ഷെ നേരെ മറിച്ച് കുറെ യന്ത്രങ്ങൾ കൊണ്ടിട്ട് ആഫ്രിക്കയിൽ ഇട്ട് കൊടുത്താൽ അവിടെ നന്നാവില്ല. അവർക്ക് അത് ഉപയോഗിക്കാനുള്ള അറിവില്ല അവർക്ക്. പക്ഷെ അതല്ല ആവശ്യമായതും. അവർക്ക് ആദ്യം നിർത്തേണ്ടത് അവരുടെ ജലപരമായിട്ടുള്ള ബുദ്ധിമുട്ടും വെള്ളം കൊണ്ടുള്ള ബുദ്ധിമുട്ടും അവരുടെ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും എന്ത് ചെയ്തില്ല? മോഡേണിസം മൈൻഡ് ചെയ്തില്ല. എല്ലാവർക്കും ഒരുപോലെ അങ്ങനെ കൊടുത്തു. എന്താണോ കൊടുക്കുന്നത് അത് അതുപോലെ എല്ലാവർക്കും ഒരേപോലെ കൊടുത്തു എന്നുള്ള ആ ഒരു രീതിയെ പോസ്റ്റ് മോഡേണിസം പാടെ എതിർക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആധുനികത വെറും ഭൂതകാലത്തിന്റെ തുടർച്ചയല്ല എന്ന ആശയമാണ് ഇത് നിരാകരിക്കുന്നത്. ഹെബർമാസ് പോലെയുള്ള ചില ചിന്തകർ പോസ്റ്റ് മോഡേണിസം ചരിത്രത്തെ മുഴുവനായിട്ട് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഹെബർമാസ് പോസ്റ്റ് മോഡേണിസത്തിന്റെ ചരിത്രത്തെ, അതായത് മോഡേണിസത്തെ എന്ത് ചെയ്യുന്നുണ്ട്? പൂർണ്ണമായിട്ട് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്തത് ഗിഡൻസ് വ്യൂ ആണ്. ഗിഡൻ സെപ്പറേറ്റ്സ് ടു ideas. Postmodernism changes in art, literature and culture. Postmodernity changes in society and institutions. ഗിഡൻസ് രണ്ട് ആശയങ്ങളും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? വേർതിരിക്കുന്നുണ്ട്. പോസ്റ്റ് മോഡേണിസം എന്നത് കലയിലും സാഹിത്യത്തിലും സംസ്കാരത്തിലും വന്ന മാറ്റങ്ങളാണ്. പോസ്റ്റ് മോഡേണിറ്റി എന്നത് സമൂഹത്തിലും സ്ഥാപനത്തിലുമുള്ള മാറ്റങ്ങളാണ്. He thinks society is always changing and adapting, so we don't need a new post-modern era. അവർ ചിന്തിക്കുന്ന സമൂഹം എപ്പോഴും മാറുകയും അനുയോജ്യമായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ് മോഡേൺ യുഗം ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പോസ്റ്റ് മോഡേണിസ്റ്റ് സേസ്. പോസ്റ്റ് മോഡേണിസ്റ്റ്, അതായത് പോസ്റ്റ് മോഡേണിസ്റ്റിന്റെ ചിന്തകർ എന്താണ് പറയുന്നത് നോക്കാം. വി നൗ ലിവ് ഇൻ ദ ന്യൂ ടൈപ്പ് ഓഫ് സൊസൈറ്റി. ഓൾഡ് ഐഡിയാസ് ലൈക്ക് ക്ലാസ് ഐഡന്റിറ്റി ആൻഡ് പ്രോഗ്രസ് ആർ നോ ലോnger യൂസ്ഫുൾ. സൊസൈറ്റി നീഡ്സ് ന്യൂ വേസ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് സെൽഫ്. നമ്മളിപ്പോൾ ഒരു പുതിയ തരത്തിലുള്ള സമൂഹത്തിൽ ജീവിക്കുകയാണ്. ക്ലാസ് ഐഡന്റിറ്റിയും പുരോഗതിയും പോലുള്ള പഴയ ആശയങ്ങൾ ഇപ്പോൾ എന്തല്ല? ഉപകാരപ്രദമല്ല. സമൂഹം തന്നെ മനസ്സിലാക്കാൻ പുതിയ രീതികൾ ആവശ്യമുണ്ട്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് postmodernism. Questions
old ideas and traditions, accept many different views, not just one way of thinking. പഴയ ആശയങ്ങളെയും പാരമ്പര്യങ്ങളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു മാത്രം ചിന്താഗതിയല്ല, വിവിധ അഭിപ്രായങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഒറ്റ ചിന്താഗതി അല്ലാതെ എല്ലാ അഭിപ്രായങ്ങളെയും മുൻനിർത്തിക്കൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ചലഞ്ചസ് റൂൾസ് ബേസ്ഡ് ഓൺ ലോജിക് ആൻഡ് റീസൺസ്, rejects big theories about how society should changes. തർക്കചിന്തയിലെയും ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നത്. സമൂഹം എങ്ങനെ മാറണമെന്നതിന്റെ വലിയ സിദ്ധാന്തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിരാകരിക്കുന്നുണ്ട്. സപ്പോർട്ട്സ് ഡൈവേഴ്സിറ്റി ആൻഡ് സ്മോളർ ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ്സ്, വിഭിന്നതയും ചെറുതും സ്വതന്ത്രമായിട്ടുള്ള ചലനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് മോഡേണിസം വെൽക്കം ചെയ്യുന്നുണ്ട്. അടുത്തത് 5.6 ദ ഡിബേറ്റ് എന്നുള്ള ഭാഗമാണ്. മോഡേൺ സൊസൈറ്റി ആൻഡ് ചേഞ്ച്. Giddens and other thinkers like Habermas, Touraine and Melucci study modern society. They believe it is always changing and different from the past. Today's capitalism, media and industry connect the world. People now questions traditions and think more critically about who they are. ഗിഡൻസ്, ഹെബർമാസും ടൊറൈൻ, മെലൂച്ചി തുടങ്ങിയ ചിന്തകരും ആധുനിക സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതെല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുകയും ഭൂതകാലത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് മുതലാളിത്തവും മാധ്യമങ്ങളും വ്യവസായവും ലോകത്തെ ബന്ധിപ്പിക്കുന്ന ആളുകൾ ഇപ്പോൾ പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്യുകയും അവർ ആരാണെന്ന് കൂടുതൽ വിമർശനാത്മകമായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. Some believes modernity is unfinished. Society becoming more complex. Conflicts today are mostly about information and communication. The line between public and private life is unclear. People constantly redefined their identity and society. ആധുനികത പൂർത്തിയായിട്ടില്ലെന്ന് ചില വിശ്വസിച്ചു. അതായത് ആധുനികതയുടെ ലക്ഷ്യത്തിലെത്തിയിട്ടില്ലെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. സമൂഹം കൂടുതൽ സങ്കീർണമായിക്കൊണ്ട്, അതായത് സമൂഹം വികസിക്കുന്നതിനനുസരിച്ച് സിമ്പിളിൽ നിന്നും കോംപ്ലക്സിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വൈരുദ്ധ്യങ്ങൾ കൂടുതലും വിവരങ്ങളും ആശയവിനിമയവുമാണ്. പൊതുജീവിതവും സ്വകാര്യ ജീവിതവും തമ്മിലുള്ള അതിർത്തി വ്യക്തമല്ല. ആളുകൾ അവരുടെ സ്വത്വത്തെയും സമൂഹത്തെയും നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട്, പുനർവിചിന്തനം നടത്തുന്നുണ്ട്. ഗിഡൻസ് warns that too much rational thinking can take away meaning in life. He agrees with the postmodernist that logic can be harmful if it ignores human emotions and cultures. However, he still thinks modernity can improve through new ideas and social movements. വളരെയധികം യുക്തിസഹമായിട്ടുള്ള ചിന്തകൾ ജീവിതത്തിന്റെ അർത്ഥമില്ലാതാക്കുമെന്ന് ഗിഡൻസ്, അതായത് യുക്തിയിൽ അധിഷ്ഠിതമായിട്ട് പൂർണ്ണമായിട്ട് ജീവിക്കുന്ന ജീവിതത്തിന്റെ ഒരു സന്തോഷവും അർത്ഥവും ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. മനുഷ്യന്റെ വികാരങ്ങളെയും സംസ്കാരങ്ങളെയും അവഗണിച്ചാൽ യുക്തിക്ക് ഹാനികരമാകുമെന്ന ഉത്തരാധുനികവാദികളോട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, യോജിക്കുകയും ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ട് യുക്തി തന്റെ സംസ്കാരത്തെയും വികാരങ്ങളെയും ഒക്കെ അവഗണിച്ചുകൊണ്ടുള്ള പൂർണ്ണമായിട്ടുള്ള യുക്തി മനുഷ്യരാശിക്ക് നല്ലതല്ല എന്നുള്ള ഉത്തരാധുനികവാദികളോട് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം യോജിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും പുതിയ ആശയങ്ങളിലൂടെയും സാമൂഹിക പ്രസ്ഥാനങ്ങളിലൂടെയും ആധുനികത മെച്ചപ്പെടുമെന്ന് അദ്ദേഹം അപ്പോഴും കരുതുന്നുണ്ട്. ഹെബർമാസ് സപ്പോർട്ട്സ് മോഡേണിറ്റി. ഹി സേസ് democracy and human rights are important achievements of modern times. However, he warns that too much focus on logic can make society unfair. He believes new social movements like feminism and environmentalism help modern society grow. ഹെബർമാസ് ആധുനികത എന്ത് ചെയ്യുന്നുണ്ട്, പിന്തുണയ്ക്കുന്നുണ്ട്. ജനാധിപത്യവും മനുഷ്യ അവകാശങ്ങളും ആധുനിക കാലത്തെ സുപ്രധാന നേട്ടങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും യുക്തിയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമൂഹത്തെ അന്യായമാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഫെമിനിസവും പരിസ്ഥിതിവാദവും പോലെയുള്ള പുതിയ സാമൂഹിക പ്രസ്ഥാനങ്ങൾ ആധുനിക സമൂഹത്തെ വളരാൻ സഹായിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പോസ്റ്റ് മോഡേണിസത്തിൽ പൂർണ്ണമായിട്ടും യുക്തിക്കായിരുന്നു പ്രാധാന്യം. പോസ്റ്റ് മോഡേണിസത്തിലും അതിന് പ്രാധാന്യമുണ്ട്. പക്ഷെ സംസ്കാരങ്ങളെയും സമൂഹത്തിന്റെ വൈവിധ്യങ്ങളെയും എല്ലാം ഉൾക്കൊണ്ടുകൂടിയാണ് പോസ്റ്റ് മോഡേണിസത്തില് വികസന മാതൃകകൾ നിലനിൽക്കുന്നത്. Touraine and Melucci say that modern conflicts are about culture, not class. Different groups fight over values and identity. New social movements bring fresh ideas and change how society works. ആധുനിക സംഘടനകൾ സംസ്കാരത്തെ കുറിച്ചിട്ടാണ്, വർഗത്തെ കുറിച്ചിട്ടല്ലെന്ന് ടൊറൈനും മെലൂഷിയും പറയുന്നുണ്ട്. വ്യത്യസ്ത ഗ്രൂപ്പുകൾ മൂല്യങ്ങൾക്കും സ്വത്വത്തിനും വേണ്ടി പോരാടുന്നുണ്ട്. പുതിയ സാമൂഹിക പ്രസ്ഥാനങ്ങൾ പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയും സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ മാറ്റുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ഭാഗത്തിന് ഗിഡൻസിന്റെ വ്യൂസ്, പോസ്റ്റ് മോഡേണിസത്തെ കുറിച്ചുള്ള ഗിഡൻസിന്റെ വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു പാരോത്തരവാദികതയുമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു
പങ്കിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് നമ്മുടെ ഹെഡിങ് 5.7 മോഡേണൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ആഫ്റ്റർ വേൾഡ് വാർ II, rich countries said their success came from knowledge, culture and technology. They told poor countries to copy them to become successful. This idea came from Europe. It tried to spread European ways to the whole world. This was called modernity. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സമ്പന്ന രാജ്യങ്ങൾ തങ്ങളുടെ വിജയം അറിവ്, സംസ്കാരം, സാങ്കേതിക വിദ്യ എന്നിവയിൽ നിന്നാണ് വന്നതെന്ന് അവർ പറഞ്ഞു. വിജയിക്കാൻ അവരെ പോലെ ആകാം, അതായത് അവരെ പകർത്താൻ വേണ്ടിയിട്ട് അവർ ദരിദ്ര രാജ്യങ്ങളും ഞങ്ങളെ പോലെ ആകണമെങ്കിൽ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് അതുപോലെ ചെയ്യാൻ ദരിദ്ര രാജ്യങ്ങളോട് അവർ പറഞ്ഞു. ഈ ഒരു ആശയം യൂറോപ്പിൽ നിന്നാണ് വന്നത്. ഈ ഒരു യൂറോപ്യൻ വഴികൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. അതിനെയാണ് ആധുനികത എന്ന് പറയുന്നത്. ആധുനിക രീതികൾ അങ്ങനെയാണ് ഉറവയുണ്ടായത്. Later, a new idea called globalization became important. It means that countries are now connected. They buy, sell and share things with each other all over the world. A scholar named Appadurai said globalization changes culture, technology, media, money and idea everywhere. പിന്നീട് ആഗോളവൽക്കരണം എന്ന പുതിയ ആശയം എന്ത് ചെയ്തു? പ്രചാരത്തിൽ വന്നു. ഇതിനർത്ഥം രാജ്യങ്ങളെല്ലാം ഒന്നിനൊന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അവർ ലോകമെമ്പാടുമുള്ള കാര്യങ്ങൾ പരസ്പരം വാങ്ങുകയും വിൽക്കുകയും പങ്കിടുകയും ചെയ്യുന്നു. ആഗോളവൽക്കരണം സംസ്കാരം, സാങ്കേതിക വിദ്യ, മാധ്യമങ്ങൾ, പണം, ആശയങ്ങൾ എന്നിവയെ എല്ലായിടത്തും മാറ്റുന്നു എന്ന് അപ്പാദുരൈ എന്ന പണ്ഡിതൻ പറഞ്ഞു. Because of globalization, people stopped using the word modernization. That word divided into rich and poor groups like north, south, first world, third world. ആഗോളവൽക്കരണ കാരണം ആളുകൾക്ക് ആധുനികവൽക്കരണം എന്ന വാക്ക് ഉപയോഗിക്കാൻ നിർത്തി. അതായത് മോഡേണൈസേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ നിർത്തി. ആ വാക്ക് ലോകത്തെ സമ്പന്നരും ദരിദ്രവും വടക്ക് തെക്ക് അല്ലെങ്കിൽ ഒന്നാം രണ്ടാം ലോകം എന്നിങ്ങനെ വിഭജിച്ചു. മോഡേണൈസേഷൻ ഫുൾ വിഭജനമായിരുന്നു. ഫസ്റ്റ് വേൾഡ്, സെക്കൻഡ് വേൾഡ്, തേർഡ് വേൾഡ്, അതായത് യൂറോപ്യൻ കൺട്രീസ്, മൂന്നാം ലോകം, വെസ്റ്റ് കൺട്രീസ്, നോർത്ത് കൺട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വിഭജിച്ച് കിടക്കായിരുന്നു. ആ ഒരു രീതിയെ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി ആ ഒരു രീതി ഇല്ലാതായി, ഒരു വിഭജനം ഇല്ലാതായി. മോഡേണൈസേഷൻ wanted the world to look like America or Western Europe, but globalization shows that the whole world is becoming one. Famous people like Michael Jackson or brands like McDonald's and Nike are known everywhere. They are examples of global culture. ലോക അമേരിക്കയെ പോലെയോ പടിഞ്ഞാറൻ യൂറോപ്പിനെ പോലെയോ കാണണമെന്ന് ആധുനികവൽക്കരണം ആഗ്രഹിച്ചു. എന്നാൽ ആഗോളവൽക്കരണം കാണിക്കുന്നത് ലോകം മുഴുവൻ ഒന്നായിട്ട് മാറുന്നുണ്ട് എന്നാണ്. മൈക്കൽ ജാക്സനെ പോലുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സ്, നൈക്ക് തുടങ്ങിയ ബ്രാൻഡുകളൊക്കെ എല്ലായിടത്തും ഫേമസ് ആണ്. അതൊക്കെ എന്താണ്? ആഗോളവൽക്കരണത്തിന്റെ ഗ്ലോബൽ വില്ലേജിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അറ്റ് ലാസ്റ്റ് കൺക്ലൂഷൻ ആണ്. ദിസ് യൂണിറ്റ് എക്സ്പ്ലോർഡ് മോഡേണൈസേഷൻ ആൻഡ് ഇറ്റ്സ് തിയറീസ്. ഇറ്റ് ഓൾസോ ഡിസ്കസ്ഡ് ഹൗ പോസ്റ്റ് മോഡേണിസം challenges modern ideas. Thinkers like Giddens defends modernity but prefer in the term late modernity. Lastly, the unit examined the connection between modernization and globalization. ഈ ഒരു യൂണിറ്റ് ആധുനികതയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിദ്ധാന്തങ്ങളും പരിശോധിച്ചു. പോസ്റ്റ് മോഡേണിസം ആധുനികത ആശയങ്ങളെ എങ്ങനെ ചോദ്യം ചെയ്യുന്നു എന്നതും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഗിഡൻസ് പോലുള്ള ചിന്തകര് ആധുനികതയെ പിന്തുണയ്ക്കുന്നുണ്ട്, പക്ഷെ അവർ ലേറ്റ് മോഡേണിറ്റി എന്ന പദം ഇഷ്ടപ്പെടുന്നു. അതായത് നമ്മുടെ പോസ്റ്റ് മോഡേണിസം. അവസാനം ആധുനികതയ്ക്കും ആഗോളവൽക്കരണം തമ്മിലുള്ള ബന്ധവും ഒരു യൂണിറ്റിൽ വിശകലനം ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി നമ്മുടെ യൂണിറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് മോഡേണിസം, ക്രിട്ടിക്കലി ഡിസ്കസ് ദ കണ്ടംപററി തിയറീസ് ഓഫ് മോഡേണിറ്റി ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ മോഡേണിറ്റി ഈസ് ക്ലോസ് ലിങ്ക്ഡ് വിത്ത് ഡെവലപ്മെന്റ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. നമ്മൾ ടോട്ടലായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ചാപ്റ്റർ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. വൈഡായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ സൂപ്പറായിട്ട് എഴുതാൻ പറ്റും. സോ നമുക്ക് നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.